പത്തനംതിട്ടയിൽ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു. 8 വയസ്സുകാരി ആദിലക്ഷ്മിയാണ് മരിച്ചത്. കരുമാൻതോട് തൂമ്പാക്കുളത്തായിരുന്നു സംഭവം. സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോയാണ് മറിഞ്ഞത്. ഓട്ടോയിൽ ഉണ്ടായിരുന്ന മറ്റ് 4 കുട്ടികൾക്കും ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റു. ശശിനാരായണൻ വിവരങ്ങളുമായി. ശശി, അത്യന്തം ദാരുണമായ ഒരു വാർത്തയാണ് വരുന്നത്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ പറഞ്ഞ പോലെ തന്നെ വലിയ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. വൈകിട്ട് 4 മണിക്ക് സ്കൂൾ വിട്ട് ശേഷം കുട്ടികളുമായി വരുന്ന ഓട്ടോറിക്ഷയാണ് ഈ തൂമ്പാക്കുളത്ത് വെച്ച് മറിഞ്ഞത്. ഈ റോഡിൽ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് ഈ പാമ്പിനെ കണ്ട സമയത്ത് ഓട്ടോറിക്ഷ വെട്ടിച്ച് മാറ്റിയതാണ് അപകടമുണ്ടാകാൻ കാരണം. ഉടൻ തന്നെ അത് ഓട്ടോറിക്ഷ താഴ്ചയിലേക്ക് തോട്ടിലേക്ക് മറിയുകയാണ് ഉണ്ടായത്. തോട്ടിലേക്ക് മറിയുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ ഓട്ടോറിക്ഷയിൽ 5 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. 5 കുട്ടികളിൽ ഒരു കുട്ടി, ആദിലക്ഷ്മി എന്ന് പറയുന്ന കുട്ടി ഇപ്പോൾ മരിച്ചതായിട്ടുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും 5 പേരാണ് ഉണ്ടായിരുന്നത്. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ കുട്ടികളുമായി ഓട്ടോറിക്ഷ വന്ന് അപകടത്തിൽപ്പെടുകയും ചെയ്തത്. എന്തായാലും ഓടിക്കൂടിയ നാട്ടുകാരും മറ്റ് അടുത്തുള്ള പ്രദേശവാസികളൊക്കെ ചേർന്നാണ് ഈ കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. പിന്നീട് അവിടുന്ന് ആംബുലൻസ് കിട്ടാൻ സൗകര്യമില്ലാത്ത പ്രദേശമാണ്. കോന്നിയിൽ നിന്നും ആംബുലൻസ് എത്തിയതിനു ശേഷം, ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് കുട്ടികളെ അവിടെ നിന്നും പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിലും ഒപ്പം സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ഗുരുതരമായി പരിക്ക് പറ്റിയ അതിലെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. കാരണം ഓട്ടോറിക്ഷയുടെ ഈ സാധാരണ എല്ലാ ദിവസവും കൊണ്ടുവരുന്ന ഓട്ടോറിക്ഷയല്ല ഇന്ന് കുട്ടികളെ കൊണ്ടുവരുന്നത്. ഇന്ന് പകരം മറ്റൊരു ഓട്ടോറിക്ഷയാണ് പോയത്. ഈ പാമ്പിനെ കണ്ട് പെട്ടെന്ന് ഡ്രൈവർ വണ്ടി വെട്ടിച്ച് മാറ്റിയതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരും ഈ അപകടത്തിൽപ്പെട്ട ഡ്രൈവറും മൊഴി നൽകിയിട്ടുള്ളത്. ഡ്രൈവറിനും സാരമായ പരിക്കുണ്ട്. മറ്റ് 4 കുട്ടികൾക്ക് വലിയ ഗുരുതരമായ പരിക്ക് ഇല്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഒരു കുട്ടി മരിച്ചതായിട്ടുള്ള വിവരം ആശുപത്രിയിൽ എത്തിച്ച സമയത്തിന് മുമ്പ് തന്നെ കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ രക്ഷാസമയം രക്ഷപ്പെടുത്തുന്നതിനൊക്കെ അവിടെ പരിമിതമായ സാഹചര്യമാണ്. വനത്തിനുള്ളിലാണ്, ഒരു വനപ്രദേശമാണ് ഈ കരുമാൻതോട് എന്ന് പറയുന്ന പ്രദേശം. വാഹന സൗകര്യം, റോഡ് സൗകര്യമൊക്കെ കുറവുള്ള മേഖലയാണ്. എന്തായാലും കോന്നിയിലും പിന്നെ ആംബുലൻസ് കോന്നി പോസ്റ്റൽ ആംബുലൻസ് എത്തിയതിനു ശേഷമാണ് അവിടെ നിന്നും ഈ കുട്ടികളെ ആശുപത്രിയിലേക്ക് എത്തിച്ചേർത്താലും ബാക്കിയുള്ള കുട്ടികൾക്ക് 4 കുട്ടികൾക്കും പരിക്ക് ഗുരുതരമല്ല. അവരെ ജനറൽ ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ട്. പക്ഷേ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ അതിലെയാണ് ഒരു 8 വയസ്സുകാരി മരിച്ചത്. എന്തായാലും വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. കരുമാൻതോട്ടിലെ ശ്രീനാരായണ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ കുട്ടികളെല്ലാം. ശശി, ഈ തോട് അങ്ങനെ ഒരു അപകട സാധ്യതയുള്ള മേഖലയിലായിരുന്നോ ഈ അപകടം നടന്നത്? ഈ തോട്ടിലേക്ക് വാഹനം മറിഞ്ഞ് ഇങ്ങനൊരു അപകടം പറ്റുന്ന തരത്തിൽ അവിടെ ഒരു അപകട സാധ്യത ഉണ്ടായിരുന്നോ? വനപ്രദേശമാണ്. അവിടെ നമുക്ക് ആ പ്രദേശത്തെ ഇങ്ങനെ പരിമിതമായ വീതി റോഡിനൊക്കെ കുറവാണ്. പക്ഷേ ഈ പാമ്പിനെ കണ്ട് പാമ്പിന് ഓട്ടോറിക്ഷ കയറാതിരിക്കാൻ വേണ്ടി ഡ്രൈവർ പെട്ടെന്ന് വെട്ടിച്ചു മാറ്റി. വലിയ കയറ്റമൊക്കെ ഉള്ള കുന്നുംപുറമൊക്കെ ഉള്ള സ്ഥലമാണ് ഈ കരുമാൻതോട് എന്ന് പറയുന്ന പ്രദേശം. അവിടെ റോഡിന് നന്നേ വീതി കുറവുള്ള സ്ഥലമാണ്. ആ വെട്ടിച്ച് മാറ്റിയ സമയത്താണ് ഈ താഴ്ചയിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞത്. എന്തായാലും ആ മറിഞ്ഞ സമയത്ത് വലിയ രീതിയിലുള്ള ഗുരുതരമായ പരിക്കുകൾ കുട്ടികൾക്ക് ഉണ്ടാകാൻ വളരെ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതിലൊരു കുട്ടിക്ക് മാത്രമാണ് മരണം സംഭവിച്ചത്. ബാക്കിയുള്ള കുട്ടികൾക്ക് പരിക്ക് വലിയ കാര്യമായ പരിക്കുകൾ, ചെറിയ പരിക്കുകൾ മാത്രമല്ല, ഡ്രൈവർക്കും സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു ഈ ഓട്ടോറിക്ഷ വെട്ടിച്ച് മാറ്റിയതാണ് അപകടത്തിന് കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. അത്യന്തം ദുഃഖകരമായൊരു വാർത്തയാണ്. സ്കൂൾ വിട്ട് വരികയായിരുന്ന കുട്ടികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞാണ് 8 വയസ്സുള്ള ആദിലക്ഷ്മി മരിച്ചത്. മറ്റ് 4 കുട്ടികൾ കൂടി ആ ഓട്ടോയിലുണ്ടായിരുന്നു. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഡ്രൈവർക്കും കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്.